ഹേ ഗൈസ്, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നത് വലിയ ടാസ്ക്കായിട്ട് നമുക്ക് തോന്നും. ആൻഡ് എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങൾ എന്നെ ഡെയിലി 5 മണിക്ക് എഴുന്നേൽക്കാൻ സഹായിച്ചു. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. 1. Stop trying to wake up at 5 AM overnight. നിങ്ങൾ 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾ 5 മണിയിലേക്ക് ചാടാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ ബ്രെയിനും നിങ്ങൾക്കും അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള വലിയൊരു ടാസ്ക്കായിട്ട് തോന്നും. സോ ഏറ്റവും നല്ല കാര്യമാണ് 1 മണിക്കൂർ പുറകിലോട്ട് വയ്ക്കുക. നിങ്ങളല്ല 8 മണി എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നാളെ 7 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസം 6 മണി, അങ്ങനെ നിങ്ങൾ 5 മണിയിലേക്ക് എത്തുക. അങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് 5 മണി എന്നൊരു ടാസ്കിലേക്ക് എത്താൻ പറ്റുക. സോ അങ്ങനെ ട്രൈ ചെയ്യുക. ടിപ്പ് 2. സ്ലീപ്പിംഗ് ഏർലി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വേക്കിംഗ് ഏർലി. നിങ്ങൾ ഒരു 12 മണിക്കും 1 മണിക്കൊക്കെ കിടന്നുറങ്ങിയിട്ട് നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ്. ആൻഡ് നിങ്ങൾക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 7 മുതൽ 7.5 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം കിട്ടണം. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 9:30 ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. നമ്പർ 3. കീപ്പ് യുവർ ഫോൺ എവേ ഫ്രം യുവർ ബെഡ്. നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം നിങ്ങൾ മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കുറച്ചേ പറ്റൂ. കാരണം മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെലാറ്റോണിൻ ബൂസ്റ്റ് ആകുകയും നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകാൻ ഉള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഉറക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങണം. ആൻഡ് 5 മണിക്ക് എഴുന്നേൽക്കാൻ നിങ്ങളുടെ പ്ലാനിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ മിനിമം 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാനും നിങ്ങൾ തലേദിവസം പഠിച്ച കാര്യങ്ങൾ തലയിൽ എന്നും ഓർത്തിരിക്കാനും നല്ല രീതിയിൽ സഹായിക്കും. ടിപ്പ് നമ്പർ 4. പ്രിപ്പയർ എവരിതിങ് ദ നൈറ്റ് ബിഫോർ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം ചെയ്യാനുള്ള നെക്സ്റ്റ് ഡേ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വെച്ചിട്ട് കിടക്കുക. ഇനി നിങ്ങളൊരു സ്കൂളിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബുക്സ്, വാട്ടർ ബോട്ടിൽ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഹോംവർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തലേ ദിവസമേ ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം കിടക്കാൻ പോവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ടെൻഷനോ ഒന്നും ഉണ്ടായില്ല. അതിന് നിങ്ങൾ ടോട്ടലി ഫ്രീ ആയിട്ടൊരു ഫ്രഷ് ഡേയിലേക്ക് എഴുന്നേൽക്കാൻ പറ്റും. നമ്പർ 5. വാഷ് യുവർ ഫേസ് ആൻഡ് ഡ്രിങ്ക് വാട്ടർ. രാവിലെ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നേരെ മൊബൈൽ സ്ക്രോൾ ചെയ്യാതെ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നല്ല വെള്ളം കുടിക്കുക. നിങ്ങളൊരു ഗ്ലാസ് വെള്ളമോ ഇല്ലെങ്കിൽ നിങ്ങൾ ആ വെള്ളം രാവിലെ കുടിക്കുക. അതിനുശേഷം നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യുക. കാരണം നിങ്ങൾ ടോട്ടലി നിങ്ങളൊരു സ്ലീപ്പി മോഡായിരിക്കും. ആ സ്ലീപ്പി മോഡിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊരു വേക്ക് കിട്ടാൻ നിങ്ങൾ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് സഹായിക്കും. നമ്പർ 6. ഹാവ് എ റീസൺ ടു വേക്ക് അപ്പ്. നിങ്ങൾ ഒരു കാര്യമില്ലാതെയാണ് രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങും. കാരണം 5 മണിക്ക് അലാം അടിക്കും, നിങ്ങളത് ഓഫ് ചെയ്യും. എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ചെയ്യാൻ. സോ നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങും. അത് പിന്നെ എഴുന്നേൽക്കുന്നത് 8 മണി 9 മണിയാകുമ്പോഴായിരിക്കും. അതിനെക്കാട്ടി ഏറ്റവും നല്ലത് നിങ്ങൾ തലേ ദിവസം ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെക്കുക. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു ചാപ്റ്റർ ഫുള്ള് പഠിച്ച് തീർക്കും, ഇല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ ഇത്ര പേജ് മുതൽ ഇത്രാമത്തെ പേജ് വരെ പഠിച്ച് തീർക്കും, ഇല്ലെങ്കിൽ ഇത്ര പോർഷൻ പഠിച്ച് തീർക്കുമെന്ന് ഉറപ്പിച്ച് ഒരു കാര്യം നിങ്ങൾ ഒരു ഗോളാക്കി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം കിടക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാനും ആ ഒരു ഗോൾ ഫിനിഷ് ചെയ്യാനുള്ളൊരു മോഡായിരിക്കും. സോ നിങ്ങൾ തലേ ദിവസമേ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, എന്തിനാണ് ഞാൻ നാളെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത്. നമ്പർ 7. അവോയ്ഡ് സ്ക്രോളിങ് ബിഫോർ ബെഡ് ആൻഡ് ആഫ്റ്റർ ബെഡ്. നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഫോണിൽ ഒരുപാട് നേരം സ്ക്രോൾ ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം സ്ക്രീൻ ടൈം നിങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ, സ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ലേറ്റായിട്ടായിരിക്കും നിങ്ങൾ ഉറങ്ങുന്നതും ലേറ്റായിട്ടായിരിക്കും നിങ്ങൾ എഴുന്നേൽക്കുന്നതും. കാരണം നിങ്ങളുടെ ബോഡി അങ്ങനെയാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തുമാത്രം താമസിച്ച് കിടക്കുന്നു അത്രയും താമസിച്ച് നിങ്ങൾക്ക് എഴുന്നേൽക്കാനും പറ്റും. സോ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായി ഫോൺ ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഉണരുമ്പോഴും നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷം ഫസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ഏതാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾ അന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യുക. കാരണം നിങ്ങൾ ഒരിക്കലും ഫോൺ
കിടക്കുന്നതിന് മുമ്പും എണീറ്റതിന് ശേഷവും നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനും ദോഷമാണ്. സോ എണീറ്റതിന് ശേഷം ഒരിക്കലും ഫോൺ യൂസ് ചെയ്യരുത്. ആൻഡ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഗോളിന് ആദ്യം ഫോക്കസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണ് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എഴുന്നേറ്റതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം മാത്രം ഫോൺ യൂസ് ചെയ്യുക. അതേപോലെ കിടക്കുന്നതിന് മുമ്പും 1 മണിക്കൂറിന് മുമ്പ് ഫോൺ യൂസിങ് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് എസ്കേപ്പ് ആകുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. സോ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് എസ്കേപ്പ് ആകുക ആൻഡ് സ്റ്റഡി വെൽ. നന്നായി പഠിക്കുക. കാരണം SSLC എന്നുള്ളൊരു വലിയൊരു പോയിൻ്റ് നിങ്ങളുടെ മുമ്പിലുണ്ട്, ഒരു ഗോളുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുക. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് 5 മണിക്ക് എഴുന്നേൽക്കുക എന്തൊക്കെയാണ് എന്നെ സഹായിച്ചതെന്നാണ്. എന്നെ 5 മണിക്ക് എഴുന്നേൽക്കാൻ സഹായിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഹെൽപ്ഫുൾ ആകുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് വേണ്ടി ഞാൻ ഇനിയും വരും. സോ ബൈ.